നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതിക മാഡത്തിന് അശ്വിൻ സാറ് ഗിഫ്റ്റ് കൊടുത്ത സാരിയുടെ പേരിലല്ലേ നിങ്ങൾ തമ്മിൽ തെറ്റിയത്? അതെ, ഋതിക മാഡത്തെ സാർ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഗിഫ്റ്റ് കൊടുത്ത സാരി ജോലിക്കാരിക്ക് കൊടുത്ത് എന്നെ ഇൻസൾട്ട് ചെയ്തതിനെ ന്യായീകരിക്കാനാണോ രാജു ഇവിടേക്ക് വന്നിരിക്കുന്നത്? തനിക്ക് മര്യാദയില്ലാത്ത പ്രവൃത്തി ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ലല്ലേ? താൻ എന്താ വിചാരിച്ചേ? എനിക്ക് വേറെ പെണ്ണ് കിട്ടാത്തോണ്ട് ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് തന്നെ കണ്ടുപിടിച്ചാണെന്നോ? അശ്വിന്റെ സംസാരം കേട്ടത്തോന്നും അമേരിക്ക ജീവിക്കുന്നത് എന്തോ മഹത്തായ കാര്യമാണെന്ന്. നമുക്ക് ഈ സംസാരം ഇവിടെ മതിയാക്കാം. അതൊക്കെ ശരിയാവില്ല. ഞാൻ തന്ന സാരി വീട്ടിലെ ജോലിക്കാരിക്ക് കൊടുത്തിട്ട് ഈ വൃത്തികെട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കി തന്ന നമുക്ക് ഈ സംസാരം ഇപ്പോ ഇവിടെ വെച്ച് നിർത്താം. മിസ്റ്റർ അശ്വിൻ, ഈ ഡ്രസ്സ് താൻ എനിക്ക് തന്ന ഡ്രസ്സാ. താൻ ഈ പറഞ്ഞ സാരി ഏതാണെന്ന് എനിക്കറിയില്ല, അറിയില്ല. എടോ, കുറച്ചൊക്കെ നിലവാരത്തോടെ പെരുമാറണം. ചെയ്ത കാര്യം ചെയ്തെന്ന് പറയാനുള്ള ഒരു നട്ടലെങ്കിലും വേണം. ഇതൊരുമാതിരി ഇത് വലിയ തലവേദന ആയല്ലോ. ഇതിന് വട്ടാണെന്ന് തോന്നുന്നു. മര്യാദയ്ക്ക് സംസാരിക്കണം. നീ ആരടാ എന്നെ ഡീന്ന് വിളിക്കാൻ? ആദ്യം നീ പെൺകുട്ടികളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കും. ദീപക്കെ പണി ഏറ്റിട്ടുണ്ട്. ഒരു സാരി കൊണ്ടൊരു കല്യാണം തന്നെ നീ മുടക്കി. കൊള്ളാം. ദിവ്യ, രാജുവേട്ടാ, എന്താ? രാവിലെ നീ നല്ലൊരു പുതിയ സാരി കൊടുത്തിട്ട് പെട്ടെന്ന് എന്താ സാധാരണ കൊടുക്കുന്ന സാരി കൊടുത്തിരിക്കുന്ന? രാവിലെ നീ കൊടുത്തിരുന്ന ഈ സാരി ആരുടേതായിരുന്നു? അയ്യോ, ഇതും എന്റെ സാരി തന്നെയായിരുന്നു. ഞാൻ വാങ്ങിയ പുതിയ സാരിയാ. ആണോ? ആ, അത് കൊള്ളാലോ. ഒരു ദിവസം പലതവണ ഡ്രസ്സ് മാറിയിടാറുണ്ട് നീ, അല്ലേ? ആ, അതെന്തെല്ലാം ആവട്ടെ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബോക്സ് രാവിലെ അശ്വിൻ സാറ് കൊണ്ടുവന്ന ബോക്സ് ആണോ? ഏ അല്ല, ആ ബോക്സ് അശ്വിൻ സാർ ഋതിക മാഡത്തിന് കൊടുത്തല്ലോ. ഇത് എന്റെയാ. ഓ, ഈ സാരി നിനക്ക് ആര് തന്നു? ആരും തന്നതല്ല, ഞാൻ വാങ്ങിയതാ. അത് തന്നെ. ഈ സാരി നീ വാങ്ങിയതാണല്ലേ? അതെ. ഈ സാരിക്ക് എന്ത് വില വരുമെന്ന് നിനക്കറിയോ? അത് 1000, 1500. എവിടെന്നാ ഈ സാരി വാങ്ങിയത്? സുമ ചേച്ചിയുടെ കടയിൽ നിന്ന്. ദിവ്യ, മതി. എന്ത് പാവമായിരുന്നു നീ. നിന്റെ വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നീ എന്നോട് പറഞ്ഞ് കരഞ്ഞിട്ട് ഞാൻ നിനക്ക് ഇവിടെ ഒരു ജോലി വാങ്ങി തന്നല്ലേ? എന്നിട്ടും എന്നോട് തന്നെ നീ നുണ പറയുന്നോ? ഈ സാരിക്ക് എന്ത് വില വരുമെന്ന് നിനക്കറിയോ? സുമ ചേച്ചിയുടെ കടയിൽ നിന്ന് മേടിച്ചാണ് അത്രേ. ആ ചെറിയ കടയിലെ മുഴുവൻ സാരിയുടെ വില കൂട്ടി നോക്കിയാലും ഈ സാരിയുടെ വിലയുടെ അത്ര ഉണ്ടാവില്ല. രാജുവേട്ടാ, സോറി. രാജുവേട്ട ഇത് ആരോട് പറയരുത്. എണീക്ക്. പറയ, ഈ സാരി എങ്ങനെ നിന്റെ കയ്യിൽ വന്ന്? ദീപക് സാറാ എനിക്ക് സാരി തന്നത്. എന്തിന്? നീ എന്തിനാ അവൻ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ അനുസരിച്ച്? നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ?
അശ്വിൻ സാറ് ഋതിക മേഡത്തെ തെറ്റിദ്ധരിച്ചു കാണുമല്ലോ. ദീപകിന്റെ പ്ലാൻ അശ്വിനെ ഋതിക മേഡത്തിനെ തെറ്റിക്കാനാ. എന്ത് ചെയ്യും? വേണ്ട, എനിക്ക് ഈ വിവാഹം വേണ്ട. താങ്ക് യു. എന്റെ അച്ഛനോട് വന്ന് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്ക്. എനിക്ക് അതിന്റെ യാതൊരു ആവശ്യമില്ല. വന്ന് പറയുന്നതാ നിങ്ങൾക്ക് നല്ലത്. എന്റെ അച്ഛന് ദേഷ്യം വന്നു കഴിഞ്ഞാ വലിയ പ്രശ്നമാവും. അത് നിങ്ങൾക്ക് ഹലോ, അത് ഞാൻ നോക്കിയോളാം. ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ആദ്യം പറഞ്ഞത് നീയാ. അതുകൊണ്ട് നിന്റെ അച്ഛനോട് നീ തന്നെ പോയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടും. അത് എന്റെ പ്രശ്നമല്ലല്ലോ. നിന്റെ അച്ഛനും അമ്മയും എന്റെ അച്ഛന്റെ ഫ്രണ്ട്സ് ആണ്. ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കാരണം പോണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വിവാഹമേ വേണ്ടാന്ന് വെച്ചു, പിന്നെയാണോ ഫ്രണ്ട്ഷിപ്പ്? എടോ, തനിക്ക് തന്റെ അച്ഛനോട് പറയാൻ പേടിയാണെങ്കിൽ താൻ പറയണ്ട. എനിക്കതൊന്നും അറിയേണ്ട കാര്യവുമില്ല. എന്റെ അച്ഛനോടും അമ്മയോടും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എനിക്ക് പോണം. ഗുഡ് ബൈ. ഇത്രേ ഉള്ളൂ. അശ്വിനും ഋതികീനെ ഒരുമിക്കണമെങ്കിൽ ആകാശത്ത് നിന്ന് ഏതെങ്കിലും ദിവ്യശക്തി അവതാരം എടുക്കണം. അശ്വിൻ സാറേ, അശ്വിൻ സാർ. രാജുവിന്റെ മുന്നിൽ നിന്ന് മാറിക്ക്, എനിക്ക് പോണം. സാറ് ഋതികമ്മയുമായി വലിയൊരു വഴക്കുണ്ടാക്കി ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് പിണങ്ങി പോകാൻ തോന്നുന്നു. എന്താ ശരിയല്ലേ? അതെ, രാജുവിന് എങ്ങനെ അത് മനസ്സിലായി? അത് ഞാൻ പറയാം. ഋതിക മേഡത്തിന് അശ്വിൻ സാറ് ഗിഫ്റ്റ് കൊടുത്ത സാരിയുടെ പേരിലല്ലേ നിങ്ങൾ തമ്മിൽ തെറ്റിയത്? അതെ, ഋതിക മേഡത്തെ സാർ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഗിഫ്റ്റ് കൊടുത്ത സാരി ജോലിക്കാരിക്ക് കൊടുത്ത് എന്നെ ഇൻസൾട്ട് ചെയ്തതിനെ ന്യായീകരിക്കാനാണോ രാജു ഇവിടേക്ക് വന്നിരിക്കുന്നത്? ഋതിക മേഡം ആ സാരി ജോലിക്കാരിക്ക് കൊടുത്തു എന്ന് അശ്വിൻ സാറ് വിശ്വസിച്ചു. അവിടെയാണ് സാറിന് തെറ്റിയത്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അറിയാതെ നിങ്ങൾ രണ്ടാളും വഴക്കിട്ടു. നടന്നത് എന്താണെന്ന് ദിവ്യ പറയും. ദിവ്യേ, പേര് പറയോ? ഇത് വലിയ കുരുക്കാവൂല ദൈവമേ. അശ്വിൻ സാർ എന്നോട് ക്ഷമിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.